യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിറ്റ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് സഭയുടെ സാമൂഹ്യ ദർശനത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും എന്തെല്ലാം പങ്കാണ് സഭ വഹിച്ചത്, സമൂഹത്തിൽ ആ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്ന് നമുക്ക് തുടർന്നു കൊണ്ടുപോവുകയാണ് ആ ചിന്തകൾ. ഇന്ന് നമ്മളോട് കൂടെ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ദിവസം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന മേഖലയിലുമൊക്കെ സഭ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സഭയുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലും മറ്റ് ചില സംഘടനകളിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒതുങ്ങി നിൽക്കുന്നില്ല. മറ്റൊരു തലത്തിലും സഭ സാമൂഹ്യമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ബോധവൽക്കരണ പ്രക്രിയയിലൂടെയാണ്. ഈ ബോധവൽക്കരണം പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. ആഗോള സഭയുടെ ഭാഗത്തു നിന്നും ഉള്ള ബോധവൽക്കരണം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാർപ്പാപ്പമാരെഴുതുന്ന ശാക്രിക ലേഖനങ്ങളാണ്. എൻസൈക്ലിക്കൽസ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും. അതായത് ചാക്രിക ലേഖനം എന്ന് പറയുമ്പോൾ അത് സഭയെ പ്രത്യേകിച്ചും ലോകത്തെ പൊതുവായും സംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പന്മാർ പുറപ്പെടുവിക്കുന്ന ലേഖനങ്ങളാണ് ശാക്രിക ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങൾ. എന്ന് വെച്ചാൽ സഭാവിശ്വാസികൾക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. അല്ല. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആനുകാലികമായിട്ടുള്ള ഗൗരവ സ്വഭാവമുള്ള വിഷയങ്ങളാണ്. ആനുകാലികവും അതേസമയം ഗൗരവ സ്വഭാവമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അത് പല മേഖലകളിൽ, അത് വിശ്വാസത്തെ സംബന്ധിച്ചോ ആയിരിക്കാം, സന്മാർഗത്തെ സംബന്ധിച്ചായിരിക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ സാംസ്കാരികമായിട്ടുള്ളത്, പരിസ്ഥിതി, സമാധാനം, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ വിഷയങ്ങൾ, ഇതിനെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട്, കാരണം അതൊരു ആനുകാലിക പ്രസക്തിയുള്ള, ഓരോ കാലഘട്ടത്തിലും പ്രസക്തിയുള്ള, അതേസമയം ഗൗരവമായിട്ടുള്ള ഗൗരവ സ്വഭാവമുള്ള വിഷയങ്ങൾ ഉള്ള സഭയുടെ സമീപനം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ. ഈ ചാക്രിക ലേഖനങ്ങൾ, ചില ചാക്രിക ലേഖനങ്ങൾ സാമൂഹ്യ സ്വഭാവമുള്ള ലേഖനങ്ങളാണ്. പറഞ്ഞാൽ സാമൂഹ്യ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, സാമൂഹ്യ ദർശനം ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ചില പ്രത്യേക ചിന്തകൾ, രീതികൾ, അത് സമൂഹത്തിന് അപകടം ഉണ്ടാക്കുന്ന ചിന്തകളും രീതികളുമായിരിക്കാം. അതായിരിക്കാം ആ കാലത്ത് ഉള്ള തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എടുത്തു പറയത്തക്ക ഒരെണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് വ്യവസായ വിപ്ലവം, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു വേർതിരിവ്, തൊഴിലാളി വർഗമെന്നും മുതലാളി വർഗമെന്നും ഒക്കെയുള്ള ആ ഒരു ചേരിതിരിവ്, അത് കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ഒക്കെ വഴിതെളിച്ചിരിക്കുന്ന മുതലാളിത്ത വ്യവസ്ഥ, തൊഴിലാളി വ്യവസ്ഥ, അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും എന്നിങ്ങനെയുള്ള വർഗ ധ്രുവീകരണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്
ഒരു കാരണമാണ്. അത് രണ്ട് എക്സ്ട്രീമിലേക്ക് പോകുന്നത് ഒരു തിന്മയാണ്. അപ്പോൾ അങ്ങനെ ശത്രുക്കളായിട്ട് കാണുക. അതെ, ഇപ്പം രണ്ടുപേരും പരസ്പരം ശത്രുക്കളായിട്ട് കാണുന്ന ഒരു ഇതാണ്. അതുപോലെ അത് നമുക്ക് അതേക്കുറിച്ച് എനിക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ മറ്റ് പലതരത്തിലുള്ള വേർതിരിവുകൾ, മനുഷ്യരുടെ ഇടയിലുള്ള വേർതിരിവുകളുണ്ട്. ഉദാഹരണമായിട്ട് മുമ്പ് പറഞ്ഞ പോലെ സമ്പന്നനും ദരിദ്രനും എന്നുള്ള വേർതിരിവുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു വേർതിരിവുണ്ട്. പിന്നെ വേറൊരു വേർതിരിവ് എന്ന് പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്, വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് മനുഷ്യരുടെ ഇടയിലുണ്ട്. ചില കാലങ്ങളിൽ അത് കൂടുതലായിട്ട് വരുന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുണ്ട്. അതായത് ചിലപ്പോൾ ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പം അങ്ങനെ ആരും അത് ഉപയോഗിക്കുന്നില്ല. അപ്പം വികസിത രാജ്യം, അവികസിത രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതാണ് വികസനത്തിൻ്റെ മാനദണ്ഡം എന്നുള്ളതൊന്നും ആൾക്കാർ കരുതുന്നില്ല. എല്ലാം സാമ്പത്തികമാണ് വികസനത്തിൻ്റെ മാനദണ്ഡം എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വേർതിരിവ് വരുന്നത്. അപ്പം പല മേഖലയിലുള്ള വേർതിരിവ് ആണ്. പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും. അത് വലിയൊരു പ്രശ്നമാണ്, മനുഷ്യൻ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അത് ഉദാഹരണമായിട്ട് പ്രപഞ്ചത്തെ ചൂഷണം ചെയ്യുന്നത് വഴിയായിട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഉദാഹരണമായിട്ട് ആഗോള താപ വ്യതിയാനം, പിന്നെ പൊല്യൂഷൻ, മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ജലത്തിൻ്റെ ചൂഷണം, അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ജലദൗർലഭ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആരോ പണ്ട് പറഞ്ഞു ഇനി അടുത്ത യുദ്ധം ഈ ജലത്തെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. പിന്നെ ഈ നശീകരണം എന്ന് പറയുന്ന, അപ്പം ഇങ്ങനെ ഇതൊക്കെ പാരിസ്ഥിതിക പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായ വിധത്തിൽ ബാധിക്കാവുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളുണ്ട്, മാറ്റി നിർത്തപ്പെട്ട സമൂഹങ്ങൾ, മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികൾ, അവരുടെ പ്രശ്നങ്ങൾ, ഉദാഹരണമായിട്ട് സ്വവർഗാനുരാഗികൾ എന്ന് പറയുന്ന, അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന ഇതാണ്. ആളുകളെ അവജ്ഞയോടുകൂടിയൊക്കെ അവരെ വീക്ഷിക്കുകയും സമൂഹത്തിൽ ഒരു അംഗീകാരമില്ലാത്തൊരു ഇതുണ്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആളുകൾ, HIV ബാധിതരായിട്ടുള്ള ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ, കുറ്റവാളികൾ, കുടിയേറ്റക്കാർ എന്നൊക്കെ പറയുന്ന, ഇതൊക്കെ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ്. കുടിയേറ്റക്കാരുടെയൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിനക്ക് അഡ്രസ്സ് ചെയ്യാണ്. അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ് ലേഖനമാണ് ചാക്രിക ലേഖനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ട 3-4 ലേഖനങ്ങളെങ്കിലും ഉണ്ട്. ഒരുപാട് ലേഖനങ്ങളുണ്ടെങ്കിലും, ചാക്രിക ലേഖനങ്ങളുണ്ടെങ്കിലും ശരി, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ റേരും നോവാരും എന്നൊരു ചാക്രിക ലേഖനം, അത് സഭയെയും ലോകത്തെയും മുഴുവനും സംബോധന ചെയ്തുകൊണ്ട് എഴുതിയപ്പെട്ടിരിക്കുന്ന ഒരു ചാക്രിക ലേഖനമാണ്. ലയോ 13 മാർപ്പാപ്പയാണ്. അദ്ദേഹം ഏറ്റവും പ്രസിദ്ധനായത് അങ്ങനെയാണ്. 1891 എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അത് മുമ്പ് പറഞ്ഞതുപോലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ വർഗ ചേരിതിരിവ്, ഉള്ളവനും ഇല്ലാത്തവനും, അല്ലെങ്കിൽ ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥിതി, തൊഴിലാളി വർഗം, അപ്പം ഈ ഒരു വേർതിരിവ് രൂക്ഷമായിട്ട് വരികയാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചുള്ള ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവൻ്റെ വ്യവസായം കൊണ്ട് ലാഭം ഉണ്ടാക്കുക, തൊഴിലാളികളെ ഉപകരണമാക്കുക. അപ്പം അതിന് തൊഴിലാളികൾ ആവശ്യമാണ്.
അപ്പം തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തെ മാത്രമാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പരിഗണിക്കാത്ത തൊഴിലാളിയെ പരിഗണിക്കുന്നില്ല, അവൻ്റെ വ്യക്തിത്വത്തെ പരിഗണിക്കാതെ അവനെക്കൊണ്ട് കൂടുതലായിട്ട് ഉള്ള ജോലി ചെയ്യിക്കുക. അവന് കൊടുക്കുന്ന ഒരുപാട് സമ്മർദ്ദമുണ്ട്. കൂടുതൽ സമയം പണിയെടുപ്പിക്കുക, അതുപോലെ തന്നെ ആ പണിക്ക് അർഹിക്കുന്ന കൂലി കൊടുക്കാതിരിക്കുക. വിശ്രമിക്കാൻ അനുവാദം, അതെ, സമയമില്ല. അതെ, വിശ്രമത്തിനുള്ള സമയം കൊടുക്കാതിരിക്കുക, ആവശ്യത്തിന് വേണ്ട സമയം കൊടുക്കാതിരിക്കുക. അതുപോലെ ജോലി ചെയ്യാനായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക. അനുകൂലമായിട്ടുള്ള സാഹചര്യം, തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യം വേണം. അതുപോലെ തന്നെയല്ല അവൻ്റെ കുടുംബജീവിതത്തെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ. അതെ, അപ്പം അങ്ങനെയുള്ള ഒരു ആരോഗ്യത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു സാഹചര്യമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അടച്ചിട്ട മുറികളിൽ, ഫാക്ടറികളിൽ വേണ്ടത്ര ശുദ്ധവായു ഒന്നും ലഭിക്കാത്ത സാഹചര്യം, അതുപോലെ തന്നെ അവൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഉള്ള സൗകര്യം ഇല്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഇന്നും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ചില കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് പാടില്ല, നിന്ന് ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ്, 8 മണിക്കൂർ നിന്ന് ജോലി ചെയ്യണം. ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു വിടും. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ അതൊരു ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ, പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു 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 ഇതിലേക്ക് ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള വേതനം, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് പറ്റിയ വിധത്തിലുള്ള തരത്തിലുള്ളൊരു വേതനം, അതോടൊപ്പം തന്നെ അവർക്ക് വിശ്രമം, സംഘടിക്കാനായിട്ടുള്ള അവരുടെ അവകാശം. അപ്പം അവകാശം മനുഷ്യൻ്റെ, അതായത് മനുഷ്യ മഹത്വത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് മുഴുവനും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് മനുഷ്യ മഹത്വമാണെന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ അവൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് അവരോട് പെരുമാറാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ തൊഴിലിലൂടെ ഒരു രാഷ്ട്ര നിർമ്മിതിയാണ് അത് ഉണ്ടാകുന്നത് നമ്മൾ ഓർക്കണം. രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി സഹായിക്കുക. അപ്പോൾ അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഉത്തരവാദിത്വം കൂടി പറയണം. അപ്പം മുതലാളിമാരോട് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊഴിലാളികളെയും പറയുന്നൊരു കാര്യമുണ്ട്, തൊഴിലാളികൾക്കും നൽകുന്നൊരു നിർദ്ദേശങ്ങളും ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ വാസ്തവത്തിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയിൽ, ഈ ജോലിയിൽ ഏർപ്പെടണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരെ ശത്രുക്കളായിട്ട് അവർക്ക് ജോലി തരുന്ന ആൾക്കാരെ കാണാനായിട്ട് രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. വ്യക്തികളുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ ചാക്രിക ലേഖനം. അതുപോലെ തന്നെ രണ്ട് എക്സ്ട്രീമിനെ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഇത് രണ്ടിനെയും സഭ സപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ടിൻ്റെതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സഭ പറയുന്ന കമ്മ്യൂണിസം പറയുന്നൊരു കാര്യം സ്വകാര്യ സ്വത്ത് പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സ്വകാര്യ സ്വത്ത് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ മഹത്വം കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അവൻ്റെ ആ ഒരു ആത്മാഭിമാനം കൂടി വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ സ്റ്റേറ്റിൻ്റെ ഇതിലേക്ക് സ്റ്റേറ്റ് തരം എന്ന് പറയുമ്പോൾ അലസതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് കൺട്രികളിലൊക്കെ സംഭവിച്ചത് എന്താണെന്നും എന്നൊക്കെ പറയുന്നത്, സംഭവിക്കുന്നതും എന്താണെന്നുള്ള കാര്യം. മാത്രമല്ല കമ്മ്യൂണിസത്തിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ അതോറിറ്റേറിയനിസമാണ് പിന്നെ വരുന്നത്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നു അത് വ്യക്തികൾ അനുസരിക്കുക എന്നുള്ളതാണ്. അൺക്വസ്റ്റ്യൻഡ് ഒബീഡിയൻസ്. അതെ, അതാണ്. അപ്പം വ്യക്തിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് എന്നുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അതിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനം അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിന്, ഈ സമൂഹത്തിലുള്ളൊരു മാറ്റത്തിന്, സാമൂഹ്യമായിട്ടുള്ള ഒരു മാറ്റത്തിന് വഴിതെളിച്ചു എന്നുള്ളൊരു കാര്യമാണ്. തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്നല്ലേ പറഞ്ഞത്? അതെ ആണ്. അപ്പോൾ ഇതാണ്. അതിനുശേഷം വാസ്തവത്തിൽ സഭയിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടായെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു ആനുകാലികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ചാക്രിക ലേഖനം എന്ന് പറയുന്നത്
ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫ്രatelli tutti എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും സഹോദരരാണ്, അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മനുഷ്യവർഗം, അത് ഏത് ദേശത്തുള്ളവനും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും ഏത് ചിന്താഗതിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരി, എല്ലാവരും സഹോദരരാണെന്നുള്ള ഒരു കാര്യം. അപ്പം മനുഷ്യരുടെ ഇടയിലെ ആ വേർതിരിവ് ഉണ്ട്. ശരിയാണ്, ഓരോ ദേശത്തിലെ ആൾക്കാരാണ്, ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെയാണെങ്കിലും മനുഷ്യരെ വേർതിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സംസ്കാരം ഉണ്ടായിരിക്കാം, ഭാഷ ഉണ്ടായിരിക്കാം, റിലീജിയൻ ഉണ്ടായിരിക്കാം, ദേശം ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ നിലയ്ക്ക് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഫ്രatelli tutti, എല്ലാവരും സഹോദരി സഹോദരന്മാർ, ആ ഒരു ആശയമാണ് മുൻകെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അമിതമായിട്ടുള്ള ദേശീയ ബോധം വെടിയണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ദേശീയ ബോധം നല്ലതാണ്. ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ല ഞാൻ അമേരിക്കക്കാരനാണ് എന്നൊക്കെയുള്ള ദേശീയ ബോധം. പക്ഷേ അമിതമായിട്ടുള്ള ദേശീയ ബോധം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇന്ത്യൻ എന്നുള്ള എൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുമ്പോൾ മറ്റു ദേശങ്ങളിലുള്ളവനെ മാറ്റി നിർത്തുകയല്ല, അവനൊരു ശത്രുവായിട്ട് പരിഗണിക്കുകയോ, അതായത് അവന് എക്സിസ്റ്റൻസ്, അവന് ജീവിക്കാനായിട്ടുള്ള അർഹതയില്ലെന്നോ, അവൻ്റെ കാര്യം അവൻ നോക്കിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ. അതാണ് അമിതമായിട്ടുള്ള ദേശീയ ബോധം. അതാണ് ഈ മണ്ണിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനെയുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ഇതിനകത്തില്ല. ഇത് ഞങ്ങൾ മണ്ണിൻ്റെ മക്കൾ. അതുകൊണ്ടാണല്ലോ ചിലരെങ്കിലും പറയുന്നത് നിങ്ങൾ വിദേശത്തു നിന്ന് വന്നവർ. ആ ഒരു കൺസെപ്റ്റ് എത്രയോ മോശമായിട്ടുള്ള കൺസെപ്റ്റാണ്. ആരാണ് വിദേശത്തു നിന്ന് വന്നവർ? അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുക എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇതാണ് അമിതമായിട്ടുള്ള ദേശീയ ബോധം. അതുപോലെ തന്നെ ഫ്രatelli tutti പറയുന്നൊരു കാര്യം, ആ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, വിദ്വേഷം, രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്വേഷം, യുദ്ധം, ഇതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്ലോസ്ഡ് അല്ല, നമ്മൾ മനുഷ്യവംശം എന്ന് പറയുന്നത് അടഞ്ഞ് കിടക്കേണ്ടവരല്ല, തുറന്ന് കിടക്കുക, തുറവിയോടുകൂടി സ്വീകരിക്കുക. വേദനിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ നിൽക്കാനായിട്ട്, ഒന്ന് നോക്കാനായിട്ട്, സമറിയക്കാരൻ്റെ ഉപമ അതിനകത്ത് പറയുന്നുണ്ട്. സമറിയക്കാരനെ പോലെ ഒന്ന് നിൽക്കുവാനും അവരുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ മുറിവ് കെട്ടാനും ഈ മനുഷ്യർക്ക് സാധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ എല്ലാവരെയും സഹോദരരെന്നുള്ള രീതിയിൽ, എല്ലാ മനുഷ്യരും സഹോദരരെന്നുള്ള നിലയിൽ റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി അവനെ സമീപിക്കുവാനും ആദരവോടുകൂടിയുള്ള സംഭാഷണം ഈ വ്യക്തികളുടെ ഇടയിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാകണമെന്നും, ഒരു ഡയലോഗിൻ്റെ സ്പിരിറ്റിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാ വിശ്വാസികൾക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യമാണ് ഫ്രatelli tutti എന്ന് പറയുന്ന ആ ഒരു ചാക്രിക ലേഖനത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ചാക്രിക ലേഖനം എന്ന് പറയുന്നത് ലൗദാത്തോ സി, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയാണ്. അത് 2015 പ്രസിദ്ധീകരിച്ച, അത് ഒരുപാട് ലോകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ആഗോള ഈ ലോകത്തിൽ എടുത്തിട്ടുള്ള, ഇൻ്റർനാഷണൽ തലത്തിൽ, അന്തർദേശീയമായിട്ടുള്ള തലത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കാരണമായിട്ടുള്ളൊരു ചാക്രിക ലേഖനമാണ്. എന്താണത്? അതായത് കെയർ ഫോർ കോമൺ ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതു ഭവനമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം ആണ്. അത് നമ്മുടെ പൊതുഭവനമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും പൊതുവായിട്ടുള്ള, മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പൊതുവായിട്ടുള്ളൊരു ഭവനമാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട അതെ. അപ്പം ആദ്യം അത് പറയുന്നത് ആ പൊതുഭവനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ആണ്. അപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ജലദൗർലഭ്യം, അതുപോലെ തന്നെ ജൈവ വൈവിധ്യ നഷ്ടം, ജൈവവൈവിധ്യ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് മണ്ണിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിലുള്ള തകർച്ചയുണ്ട്. അത് പല മേഖലയിലുള്ള ജീവിത നിലവാര തകർച്ചയാണ് ഉണ്ടാകുന്നൊരു കാര്യമാണ്.
അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ചൂഷണം ചെയ്ത് വളരുകയല്ല മനുഷ്യർ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടി, ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ച് വളരുകയാണ് വേണ്ടത്. അതിനെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, വരും തലമുറയെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അത് മനുഷ്യരെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, അത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ലേഖനമാണ്, ചാക്രിക ലേഖനമാണ്. ഈ അടുത്ത നാളിൽ ലയോ 14 മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ഒരു ചാക്രിക ലേഖനം. അത് ഏറ്റവും അടുത്ത നാളിൽ പ്രസിദ്ധീകരിച്ചാണ്. ഈ മെയ് മാസം 15-ാം തീയതി 2026 പ്രസിദ്ധീകരിച്ച ആ ഒരു ചാക്രിക ലേഖനം. അതിൻ്റെ പേര് മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്. അതായത് ഹ്യൂമാനിറ്റി, മനുഷ്യവംശത്തിൻ്റെ മഹത്വം, അതിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള അതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു ചാക്രിക ലേഖനമാണിത്. അതൊരു മനുഷ്യവംശം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നത്തെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ്. അതിന് കാലികമായിട്ടുള്ള പ്രസക്തിയുണ്ട്. അത് AI ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പ്രബോധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഇന്നിപ്പോൾ ഈ സാങ്കേതികമായിട്ട് ലോകം വികസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരുപാട് നിർമ്മിത ബുദ്ധിയെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കുന്നു, സാംസ്കാരിക മേഖലയിൽ, ഈ ഡോക്ടർമാരെ ഈ പറയുന്ന പ്രത്യേകിച്ച് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗനിർണയത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള AIയുടെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, ഇങ്ങനെ എല്ലായിടത്തും നമുക്കൊരു അറിവ് കിട്ടാനായിട്ടും പക്ഷേ ഒരു അതിപ്രസരമാണെന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഈ അതിപ്രസരം, അതായത് ഇന്ന് മനുഷ്യർ പലപ്പോഴും പെട്ടെന്നൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്, അമിതമായിട്ടുള്ളൊരു ആശ്രയം ഈ നിർമ്മിത ബുദ്ധിയിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരുത്തുന്ന ഒരുപാട് ഇതുകൊണ്ട് ഗുണമുണ്ട്. നിർമ്മിത ബുദ്ധി കൊണ്ട് ഗുണമുണ്ടെങ്കിൽ ശരി, അതിൻ്റെ ഉപയോഗത്തിൽ മനുഷ്യന് അധികമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത്. അതായത് അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് വേണ്ടത് ഒരു ബാബേൽ ഗോപുരം പണിയണോ? ഈ ചോദ്യം നമ്മുടെ മുമ്പിലുള്ള മാർപ്പാപ്പ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ബാബേൽ ഗോപുരം പണിയണോ? പുതിയതായിട്ടുള്ള ബാബേൽ ഗോപുരം പണിയണോ? അതോ ദൈവവും മനുഷ്യനും സഹവസിക്കുന്നതായിട്ടുള്ള ഒരു ഭവനം വേണോ എന്നുള്ളൊരു കാര്യമാണ് പ്രസക്തമായ ചോദ്യം. അതെ, അപ്പോൾ ഇതാണോ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുന്ന ഒരു ഭവനമാണ് മനുഷ്യർക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. മറ്റേത് അമിതമായിട്ട് ആശ്രയിക്കുന്നൊരു കാര്യം, തീരുമാനമെടുക്കാനും ഇങ്ങനെയായിട്ടുള്ള, അതായത് അത് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഇത് നേരിടുന്നുണ്ട്. അതായത് ഒരുപാട് മനുഷ്യർക്ക് ജോലിയില്ലാതെ വരുന്നുണ്ട് ഒരു കാര്യമാണ്. അത് സാമ്പത്തിക മേഖലയിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് മനുഷ്യർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും വിവരങ്ങൾ കിട്ടുന്നെന്ന് പറയുന്നത്, ഈ നിർമ്മിത ബുദ്ധി നൽകുന്ന വിവരങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല. അനുഭവത്തിൽ നിന്നല്ലോ. അത് ഫേക്കായിട്ടുള്ള കാര്യത്തെക്കുറിച്ച്, അത് ഫീഡ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ശേഖരിച്ച് വയ്ക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പം ഇത് മനുഷ്യന് പെട്ടെന്ന് ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇതിങ്ങനെ നിർമ്മിത ബുദ്ധിയൊക്കെ ആശ്രയിക്കുമ്പോഴത്തേക്കും അവൻ സ്വയമായിട്ട് ചിന്തിക്കുന്നില്ല. അവൻ്റെ ബുദ്ധിയിലുള്ള അതാണ്, അതായത് ചിന്തിക്കാനും സ്വയമായിട്ട് തീരുമാനമെടുക്കാനുമായിട്ടുള്ളൊരു ശ്രമം അവന് നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഈ AI ഒക്കെ തരുന്ന തീരുമാനം എന്നൊക്കെ പറയുന്നത്, നിർമ്മിത ബുദ്ധിയൊക്കെ നമുക്ക് തരുന്ന തീരുമാനം എന്നൊക്കെ പറയുന്നത് ആ തീരുമാനം എടുക്കുന്നൊരു മനുഷ്യനല്ല, ഒരു യന്ത്രമാണ്. ഇപ്പോൾ വസ്തു പറഞ്ഞ ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ വരികയാണ്. അതെ. അപ്പം അതായത് വികാരമൊന്നുമില്ലാത്ത, സ്നേഹിക്കാൻ അറിയത്തില്ലാത്ത, ദുഃഖം പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ലാത്ത, മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാത്ത
ഓരോ വികാരങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് ഈ പരിമിതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനെ ഒരുതരം മനുഷ്യനെ അടിമത്തത്തിലേക്ക് ആക്കുന്ന നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഈ സാധാരണ മൊബൈലിൻ്റെ ഉപയോഗം തന്നെ എടുത്തു നോക്കുക. അത് ഇതിനോട് ഇങ്ങനെ ഒരുതരം അടിമത്തത്തിലേക്ക് അങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും എത്രയോ സമയമാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെല്ലാം ശരിയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ മനുഷ്യരിന്ന് നേരിടുന്നതിലും പല വെല്ലുവിളിയിലും ഒരു വെല്ലുവിളി ഇതാണ്. അപ്പോൾ ആ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ചാക്രിക ലേഖനങ്ങൾ. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ഓരോ ബിഷപ്സ് കോൺഫറൻസുകൾ, അതുപോലെ തന്നെ രൂപതകളിലെ മെത്രാന്മാർ, അപ്പോൾ അവരെല്ലാം വിശ്വാസികളെ സാമൂഹ്യ ദർശനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള സാമൂഹ്യ ദർശനം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നുണ്ട് ഇടയലേഖനങ്ങളിലൂടെയൊക്കെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് സഭയുടെ സാമൂഹ്യ ദർശനത്തിൽ മാർപ്പാപ്പന്മാർ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചത്. 4 ചാക്രിക ലേഖനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.